പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കർഷക വിപണിയിലേക്കാണ്. ഇത് VFPCKയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള സ്വാശ്രയ കർഷക വിപണി. ഇത് ആലപ്പുഴ ജില്ലയിലെ എടത്തുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണെങ്കിലും നമുക്കിതിൻ്റെ വിപണിയിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഏതായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മൾ എടത്തുവയിലുള്ള കർഷക വിപണിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. വിപണിയിൽ ഇവിടെ നിറയെ പച്ചക്കറികളും വാഴക്കുലയുമൊക്കെ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു കർഷക വിപണിയാണ് എടത്തുവ കോയിൽമുക്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഏത്തക്കൊല, ഞാലിപ്പൂവൻ, ജാവ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വാഴക്കുലകളുടെ ഒരു ഏരിയയാണ് നമ്മളിത് കാണുന്നത്. നമ്മുടെ നിൽക്കുമ്പോഴത്തേക്ക് ഓരോ കൊലയിലും എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ ഞാലി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ നമുക്ക് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കാം. നല്ല പഴുത്ത കൊലയൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ വിൽക്കാനായിട്ട് വാങ്ങിക്കുന്ന ആളിന് ആ നിമിഷത്തിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊലയാണ്. തൊട്ടടുത്തുള്ള വിശാലമായ പടുതയിൽ പച്ചക്കറികളാണ്. വെള്ളരി, നെയ്ക്കുമ്പളം, പാവല്, കോവല്, പടവലം, മത്തൻ, വെണ്ടയ്ക്ക. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിറയെ പച്ചക്കറികളാണ്. ഒരുപക്ഷെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഇത്തരത്തിൽ കർഷകരുണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് കൊണ്ടുവന്നിട്ട് വിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ടാകും. എന്നാൽ വളരെ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു വിപണിയിലാണ് ഇപ്പോഴെത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, ഇവിടെയുള്ള അംഗങ്ങളായിട്ടുള്ള കർഷകരുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം അവർ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്കേതായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഏതാണെങ്കിലും രണ്ടുപേര് ഇവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഇത് ഹലോ, ഞങ്ങൾ ഇവിടെ വരുന്ന ഉൽപ്പന്നങ്ങളുടെ തൂക്കം ഒരാൾ എഴുതും, ഒരാൾ സ്ലിപ്പിൽ എഴുതി അത് ലേലച്ചീട്ടായിട്ട് അവിടെ വെക്കും. അത് ശരി. പിന്നെ അതിനുശേഷം ലേലം വിളിക്കും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ വിപണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്? സ്റ്റാഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ നിങ്ങളപ്പോൾ എപ്പോഴും ഇവിടെ രാവിലെ 8 മണിക്ക് വരും? ഓക്കെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? വേറെ ഓഫീസറാകത്തുണ്ട്? ഓക്കെ ഓക്കെ. നമുക്ക് ഏതായാലും ഓഫീസറിനെ ഒന്ന് കണ്ടേക്കാം. നമുക്ക് ആദ്യം വിവരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എടത്തുവ വിപണിയുടെ കോയിൽമുക്ക് വിപണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ, ഡെപ്യൂട്ടി മാനേജർ VFPCKയുടെ, മാഡത്തിൻ്റെ പേര് അശ്വതി. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ? നേരത്തെ 3 വർഷം ഉണ്ടായിരുന്നു. 2015-17 ആ സമയം 18 വരെ. ഇപ്പോൾ വീണ്ടും 2023. മാഡം, ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മൾ ഈ വിപണിയുടെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ വിപണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2006 മുതലാണ്. 2006 മുതൽ മരിയാപുരത്തായിരുന്നു പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് 1 കോടി രൂപയിലധികം വാർഷിക വിറ്റുവരവ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സർക്കാർ ഇവിടെ സ്വന്തമായിട്ട് ഇതിപ്പോ സ്വന്തം. അപ്പൊ ഇതിനു മുമ്പ് വാടകയ്ക്കാണ് ഇരുന്നത്. ഇവിടെ ഇപ്പോൾ 2022 സെപ്റ്റംബർ മുതലാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഇവിടേക്ക്. ഇതിപ്പം ഇതെങ്ങനെയാണ്? ഇതിനകത്ത് കർഷക അംഗങ്ങളായിരിക്കുന്നവർ എങ്ങനെയാണ്? ഏതൊക്കെ സ്ഥലത്തൊക്കെ? നമ്മൾ 5 പഞ്ചായത്തുകളാണ് മേഖല എന്ന് പറയുന്നത്. എടത്തുവ, മുട്ട, തകഴി, ചെറുതല, വിയ്യൂർ. ഓക്കെ ഓക്കെ. അപ്പോൾ കുട്ടനാട്ടിലുള്ള 5 പഞ്ചായത്തുകളാണ്. കുട്ടനാട്ടിലെ 5 പഞ്ചായത്തുകൾ. ഓക്കെ. കർഷകർ 22 ഗ്രൂപ്പുകളാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് നമ്മുടെ ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത്. ഓക്കെ. അതുപോലെ 22 SHGയിൽ നിന്നൊരു 320ഓളം കർഷകരാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് 320ഓളം കർഷകർ 5 പഞ്ചായത്തുകളിൽ നിന്നായിട്ട് ഈ വിപണിയിൽ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇതിന്റെ ഈ പറയുന്ന ട്രേഡിംഗ് ഡേയ്സ്? ഇവിടെ വിപണനം നടക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വ, വെള്ളിയാണ്. ഓക്കെ. 2 ദിവസമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മുട്ടാറ് നമുക്കൊരു സബ് സെന്റർ ഉണ്ട്, ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കാം. വിപണിയുടെ സബ് സെന്റർ ആയിട്ട് ഒരു കളക്ഷൻ സെന്റർ. അത് തിങ്കളാഴ്ചകളിലാണ് അവിടുത്തെ. ഈ വിപണിയിൽ ഈ പറയുന്ന പഴം പച്ചക്കറികൾ വിൽക്കുന്ന രീതി എങ്ങനെയാണ്? ലേലം
ലേലവാ ഇത് ലേല വിപണിയാണ്. ഓക്കെ. അപ്പോൾ കർഷകരെങ്ങനെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നാൽ? സാധനങ്ങൾ ഇവിടെ രാവിലെ 8 മണി മുതൽ വിപണി ഓപ്പൺ ആകുന്നു. 8 മണി മുതൽ ഒരു 11 മണി വരെ ഉൽപ്പന്നങ്ങൾ തൂക്കച്ചീട്ട് കുറിച്ച് ഓരോ ഉൽപ്പന്നത്തിലും തൂക്കച്ചീട്ട് വെച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. 11 മണിക്ക് ലേല സ്റ്റാർട്ട്. അപ്പോഴേക്കും കച്ചവടക്കാരെല്ലാവരും ഇവിടെ എത്തും. ഒരു കാര്യം ചെയ്യാം മാഡം, ഒരു കാര്യം നമുക്ക് ആ മേഖലയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചൊന്ന് പറയാൻ പറ്റുമല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഡെപ്യൂട്ടി മാനേജറായിട്ടുള്ള മാഡം ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് തരും. ഞാനിവരെ കണ്ടിരുന്നു. ഇതാണ് ഈ തൂക്കച്ചീട്ടെന്ന് പറഞ്ഞേ? സെക്രട്ടറി. ശരി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചീട്ട് എഴുതിയതിന് ശേഷം ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കോവല രവീന്ദ്രൻ കോവയ്ക്ക കൊണ്ടുവന്ന് 4 കിലോ കോവയ്ക്കാണ്. ഓക്കെ. അതായത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ മോഹൻ എന്ന് പറയുന്ന കർഷകൻ കൊണ്ടുവന്നേക്കുന്ന മാങ്ങ 25 കിലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. 25.25 കിലോ അല്ലേ? അപ്പോൾ അത് ഓരോ കൊണ്ടുവന്നേക്കുന്ന അവർ കൊണ്ടുവന്നേക്കുന്ന വസ്തുവിൻ്റെ അവിടെ തന്നെ വെക്കും. ഓക്കെ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇത് 11 മണി വരെ ഇതാണ്. ശരി. അപ്പോൾ ഇത് രാവിലെ 9 മണിക്കും 8 മണി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8 മണി മുതൽ ഈ വിപണി സജീവമാകും. ഇതിൻ്റെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ അവരുടെ പഴവും പച്ചക്കറികളുമൊക്കെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് കൃത്യമായിട്ട് ഓരോ മേഖലകളിലേക്ക് ക്രമീകരിച്ച് അവരുടെ പേരും അവർ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുവിൻ്റെ തൂക്കവും കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം 11 മണിയോടുകൂടിയാണ് ഈ വിപണിയിലെ ലേലം ആരംഭിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിറയെ പച്ചക്കറികളും അതുപോലെ തന്നെ വാഴക്കുലയും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കേതായാലും അല്പം കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ലേലം അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഭരണ സംവിധാനം അങ്ങനെ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ SHG ഗ്രൂപ്പ്സുകളിൽ നിന്നുള്ള 22 ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിപണന മാസ്റ്റർ കർഷകരുണ്ട്. ആ 22 പേര് ചേരുന്നതാണ് ഇവിടുത്തെ കമ്മിറ്റി. ഈ 22 കമ്മിറ്റിയിൽ നിന്ന് നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ അങ്ങനെ 3 പേരെ ചുമതലപ്പെടുത്തിയാണ്. അവരാണ് ലേലം വിളിക്കുന്നത്. പ്രസിഡന്റ്, ട്രഷറും വൈസ് പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് ബാക്കി കമ്മിറ്റിക്കാരും എല്ലാവരും നല്ല ഓക്കെ. നമ്മളെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാം. ഇതേ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്. 22 SHGകൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിൻ്റെ പ്രസിഡന്റ്, ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ കർഷകരുടെ സഹകരണത്തോടുകൂടി ഈ വിപണി പ്രവർത്തിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും? ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭാരവാഹികളും ഒക്കെ അവർ ലേലം ചെയ്യുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത വാഹനങ്ങളിൽ, കാറുകളിലും ഓട്ടോറിക്ഷകളിലുമൊക്കെ സാധനങ്ങളുമായിട്ട് കർഷകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വള്ളത്തിലെ സാധനം എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സാർ നമസ്കാരം. നമ്മുടെ വിപണിയുടെ VFPCK കോയിൽമുക്ക് വിപണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഓക്കെ. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുനിൽ കുര്യൻ. സാർ ഇതിൻ്റെ പ്രസിഡന്റാണ്. ഓക്കെ. 2 വർഷമാണ് ഒരു ടൈം. അപ്പം ഈ വർഷത്തെ ഈ ടൈമിൽ പ്രസിഡന്റാണ്. നിങ്ങൾ വൈസ് പ്രസിഡന്റാണ്. ഓക്കെ. നിങ്ങൾ എത്ര പേരുണ്ടോ നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാനായിട്ട്? പിന്നെ 22 കമ്മിറ്റിക്കാരുമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ ഈ ലേലം ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലേലം ചെയ്ത് കഴിഞ്ഞാൽ ലേലത്തിൽ ഇത് പങ്കെടുക്കുന്ന ആളുകൾ ആരായിരിക്കും സാധാരണ? നമ്മുടെ ഈ സമയപ്രദേശം മാവേലിക്കര, അമ്പലപ്പുഴ, ഹരിപ്പാട്, മേഖലകളിലുള്ള ഹോൾസെയിൽ, റീറ്റെയിലറായിട്ടുള്ള കച്ചവടക്കാർ വരും. ആലപ്പുഴ ജില്ലയിൽ നിന്നും അതിൻ്റെ പുറത്തുനിന്നൊക്കെ ഉള്ളവരുണ്ടാവും ചില സമയങ്ങളുണ്ട്. നമ്മുടെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് കൂടുതൽ വരുന്നത് എന്ത് ഐറ്റം ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് ഈ സമയത്ത്? പച്ചക്കറിയാണോ അതോ? ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വിപണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഒന്ന് പ്രസിഡന്റ് സുനിൽ സാറും മറ്റേത് രായൻ സാറും. അവർ രണ്ടുപേരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ്. ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഇവിടെ നമുക്ക് സൈഡിലൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഇത് മാർച്ച് മാസമാണ്. ഈ സമയത്ത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്ന പച്ചക്കറിയും അതുപോലെ
അതുപോലെ തന്നെ നാടൻ കുലകളുമാണ്. ഏത്തവാഴയും ഏത്തക്കുലയും ഒക്കെ മെയ് മാസം മുതലാണ് അതിൻ്റെ കൂടുതലായിട്ട് വരുന്നത്. ഏതാണെങ്കിലും നമുക്ക് അല്പം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലേലവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഈ പച്ചക്കറിയുമായിട്ട് എത്തിയിരിക്കുന്ന കർഷകർ പലരുണ്ട്. ഇവിടെ അവർ പലരും ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ്റെ പേരെന്നാച്ചാ? ഓക്കെ, വീട് എവിടാ? ചക്കുളം, നീരറ്റുപുറം അല്ലേ? തലവടി പഞ്ചായത്താ? നെരണം ബോർഡർ. പത്തനംതിട്ട ജില്ല വരും അല്ലേ? ഓക്കെ. അച്ഛാ എന്താ കൊണ്ടുവന്നേക്കുന്നേന്ന്? ഇന്നെന്താ ഓമയ്ക്ക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് ഓമയ്ക്ക വളരെ ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അച്ഛൻ ഏതാ പേരെന്നാണ്? ജോസഫ്. ഏതാ എവിടെ നിന്നാണ് വരുന്നത്? മുട്ടാറിന്ന് വരുന്ന. എന്താ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേകിച്ച് ഐറ്റം വല്ലതും? ജീരയുണ്ട്, വാളംകുടലുണ്ട്, മല്ലിയിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മല്ലിയില, ചീര, ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികളും ഇവിടെ നമുക്ക് ലേലത്തിൽ വിൽക്കാൻ പറ്റും. അച്ഛാ എവിടെന്നാ? പേരെന്താ? മുട്ടാർ. പേരെന്താണ്? ജനാർദ്ദനൻ. എന്താ കൊണ്ടുവന്നേക്കുന്നത്? കുമ്പളം. താണ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റും. താണ്ട നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്ന കുമ്പളം. താണ്ട നെയ്ക്കുമ്പളം, ചെറുത് വലുത് എല്ലാം ഉണ്ട്. ഓക്കെ. എത്ര വർഷമായിട്ട് ഈ വിപണിയിൽ വരുന്നുണ്ട്? 4-5 കൊല്ലമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ സെൻ്ററുണ്ട്? നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് സാധനം ഇവിടെ കൊണ്ടുവരുന്നത്? വണ്ടിക്ക് കൊണ്ടുവരും. ഓക്കെ. ചേട്ടൻ്റെ പേരെന്നാ? പേര് ജോർജ് മാത്യു. വീട് കുഴിപ്പള്ളി. ഓക്കെ. എന്താ നമ്മുടെ ഐറ്റം തന്നെ നമ്മൾ കൊണ്ടുവന്ന്? വീട്ടിലെ കൃഷികളാണ്. ഓമയ്ക്കുണ്ട്, ചക്കയുണ്ട്, വരിക്കച്ചക്കതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല സുന്ദരന്മാരായിട്ടുള്ള ചക്കകൾ ഇവിടെ കിടക്കുന്നത്. സുന്ദരിയാണ്. ഓക്കെ. നല്ല സുന്ദരി ചക്കകളാണ്. ഓക്കെ. നമ്മളെ ഒരു വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം വിപണിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതും നമുക്ക് ഇവിടെ വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ വിപണിയിലുണ്ടെന്നുള്ളതാണ്. സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനം വിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏത് സാധനവും വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? 1 വർഷമായുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവം എന്താണ്? നല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം വിറ്റ് പോകുന്നു. ഓക്കെ. അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. അത് ശരി. അങ്ങനെ. ഓക്കെ. അപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ അളവ് മുതലുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതെന്താണ് ജൈവ രീതി? 100% ജൈവ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പച്ചമുളകാണ്. കണ്ടോ? പേരും ഫോൺ നമ്പറും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഓക്കെ. 450 ഗ്രാം. കാന്താരിയൊക്കെ ചെറിയ അളവ്. അപ്പം നമ്മുടെ ഈ വീട്ടിൽ നമുക്ക് ഇത്ര ആവശ്യമില്ല. 100 ഗ്രാം നമ്മുടെ വീട്ടിൽ ഇത്രയൊന്നും ആവശ്യമില്ല. പക്ഷേ ബാലൻസ് വരുന്ന സാധനമാണ്. 600 രൂപ വരെ പോയി. ഏത് ഈ കാന്താരിക്ക്? കിലോയ്ക്ക്. ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് അത്ര ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് അധികം വരുന്ന എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം. ഓക്കെ. ശരി. ഇതെല്ലാം നമ്മുടെ ഈ നാട്ടിൽ ഈ പറയുന്ന വിപണിയിലെ കർഷകർ അവരുടെ ശരി. ഓക്കെ. ഇത് നമ്മൾ വളരെ വളരെ മണമുള്ള. ശരി. അപ്പോൾ എല്ലാ കാര്യങ്ങളും. നാടൻ തക്കാളി നമ്മുടെ തണുപ്പ് പ്രദേശത്ത് മാത്രം ഉണ്ടാകത്തോളം ചിന്തയൊന്നും വേണ്ട. ഇത് ഇതിന്റെ ഇവിടുന്ന് തന്നെ കർഷകർക്ക്, മെമ്പർമാരായുള്ള കർഷകർക്ക് ഫ്രീ ആയിട്ടും നോൺ മെമ്പർമാരായിട്ടുള്ളവർക്ക് 1 രൂപ പ്രകാരം കൊടുക്കുന്ന. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാണുന്ന തക്കാളി ഇവിടുത്തെ കർഷകർക്ക് ഇവിടെ നിന്ന് തന്നെ തൈകൾ വിതരണം ചെയ്തിട്ട് അതിലുണ്ടായതാ. വഴുതനെ അതുപോലെ തന്നെ കൊടുക്കും. ഓക്കെ. നമ്മളെ എവിടെ നോക്കിയാലും നിറയെ പച്ചക്കറികളാണ്. അതാണ്ട് നമുക്ക് എല്ലാ ഐറ്റവും ഉണ്ട്. പപ്പായ, കൂമ്പ്, എല്ലാ സാധനവും ഉണ്ട്. പയറ്. കർഷകർ അവരുടെ പച്ചക്കറികൾ ചാക്കിൽ കൊണ്ടുവന്നിട്ട് അത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ചേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ. പേരെന്നാ? മോഹനൻ. എവിടാ സ്ഥലം? എവിടാ? പോച്ച. എൻ്റെ ഇത് പച്ചക്കറിയിൽ ഏതാ? പടവലമാണ് പ്രധാനമായിട്ട്. പടവലം. ഓക്കെ. ഏതാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മനുഷ്യരുപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും, നാട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഈ വിപണിയിൽ വിൽക്കുന്നതിനുള്ള പ്രത്യേക സാഹചര്യമുണ്ട്. അതിൻ്റെ ലേലമാണ് ഇവിടെ നടക്കുന്നത്. ആ ലേലം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാച്ചിലും ചേനയും ഒക്കെ ആയിട്ടൊരു
കർഷക സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? ജോസഫ്. ഇവിടെ വീട് എവിടാ? തലവടി. ഈ വിപണിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? ആ, എന്നാലും നമുക്ക് ഇതുപോലൊക്കെയുള്ള ഐറ്റംസ് വരുമ്പോഴത്തേക്ക് വരുന്ന കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളിടത്തേക്കാളും കൂടുതൽ വില കിട്ടുന്നതായിട്ടൊക്കെ ഉള്ള അനുഭവം ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശരി. അപ്പം വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരു വളരെ ഗൗരവതരമായ കാര്യമാണ്. അധ്വാനിക്കുന്ന കർഷകൻ അവനുണ്ടാക്കുന്ന സാധനം കടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കാൻ നിർബന്ധിതനാവുകയാണ്. എന്നാൽ ഇത് വിപണിയിലായതുകൊണ്ട് ഇത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ന്യായമായ വില ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് നമ്മൾ ഇത് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ വാഹനങ്ങളിലെ സാധനങ്ങളുമായിട്ട് കർഷകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ലേലം ആരംഭിക്കുന്ന സമയത്തേക്ക് എത്തുകയാണ്. നമുക്കത് കാണാം. വിപണിയിലെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അവർ കൃത്യമായിട്ട് ത്രാസുകളിൽ വെച്ച് തൂക്കം ഈ വിപണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായിട്ട് അതിൻ്റെ തൂക്കം കൃത്യമായി ഉറപ്പുവരുത്തിയതിന് ശേഷം ഓരോ സ്ഥലങ്ങളിൽ അവർ അതുകൊണ്ട് നിരത്തി വെക്കുന്ന കാഴ്ചയാണ്. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടൻ്റെ പേരെന്നാ? മോഹനൻ. എവിടുന്നാണ് വരുന്നത്? കോച്ചെന്ന് പറയും. ചെറുതന പഞ്ചായത്ത്. ഓക്കെ. ഇന്ന് തന്നെ കൊണ്ടുവന്നേക്കുന്നത് നല്ല സെറ്റപ്പ് മാങ്ങയാണല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്നിടത്ത് നാടൻ മാങ്ങയാണ്. ഓക്കെ. ഈ വിപണിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ ഈ വിപണി ഉള്ളത് നിങ്ങൾക്ക് വലിയ ആശ്വാസമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഏതാണെങ്കിലും നല്ല ഒന്നാം തരം പടപടയ്ക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് പോലെ നല്ല അടിപൊളി മാങ്ങയാണ് മോഹനൻ ചേട്ടൻ വന്നിരിക്കുന്നത്. ഏതാണെങ്കിലും ഇതുപോലെയുള്ള കർഷകർ അവരുടെ ഈ മുഖത്ത് വിരിയുന്ന ചിരി എന്ന് പറയുന്നത് അവർക്ക് ന്യായമായ വില ഇവിടുന്ന് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചേന ലേലം വിളിക്കുകയാണ്. ചേന ലേലം 51 രൂപ. വളരെ ആവേശം വാശിയേറിയ ലേലം വിളിയാണ്. വളരെ ആവേശപൂർവ്വമായ ലേലം വിളിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 68 ചേന 71 73 രൂപ കിലോയ്ക്ക്. 76 രൂപയ്ക്കാണ്. 78 80 രൂപ പ്രകാരമാണ് ചേന ഇപ്പോൾ ലേലം കൊടുത്തിരിക്കുന്നത്. ഏതായാലും ആവേശപൂർവ്വമുള്ള വിപണിയിലെ ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള ഇടത്തുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പഴം പച്ചക്കറി വിപണിയിലെ ലേലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പച്ചക്കറിയുടെ ലേലം അതിൻ്റെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. തൊട്ടടുത്ത് തന്നെ വാഴക്കുലകൾ വളരെ വിപുലമായ രീതിയിൽ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. തൊട്ടടുത്ത് വെള്ളരിക്കായും അതുപോലെയുള്ള പച്ചക്കറികളും പടവലങ്ങായും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഇവിടെ എല്ലാം ക്രമീകരിക്കും. മൊത്തം സ്ഥലത്ത് പച്ചക്കറി നിറഞ്ഞിരിക്കുകയാണ്. ഇത് കാണുന്നതിനായിട്ട് കുറേ കുട്ടികളും അധ്യാപകരും ഈ വിപണി കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറയെ കർഷകരും കൃഷിക്കാരും എല്ലാം ഇവിടെ ആവേശപൂർവ്വം ലേലത്തിൽ പങ്കെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഏതായാലും ഇതുപോലെയുള്ള കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.